ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? ഞാൻ ഇന്ന് 1 കിലോ മാങ്ങയ്ക്ക് വേണ്ടിയുള്ള ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മാങ്ങ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചെടുക്കുമല്ലോ. അപ്പോൾ ചിലർ വലുതായിട്ട് എടുക്കും, ചെറുത് തീരെ ചെറുതായിട്ട് എടുക്കും. ഞാൻ ഒരു മീഡിയം ടൈപ്പിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊരു പരന്ന പാത്രത്തിൽ, അല്ലെങ്കിൽ ഞാൻ മുറത്തിലാണ് തട്ടിയിട്ടേക്കുന്നത്. ഇതിലോട്ട് തട്ടിയിട്ടിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇത്തിരി കൂടുതലിടും കേട്ടോ. പിന്നെ പരലുപ്പായിട്ടേക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണക്കൊന്ന് കൈവച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഉപ്പും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല കണക്ക് ഇളക്കിയെടുത്തിട്ട് ഇത് ഞാൻ നല്ല വെയിൽ കൊള്ളിക്കാൻ വയ്ക്കും. വെയിൽ കൊള്ളിക്കാന്ന് വെച്ചാൽ നല്ല വെയിൽ കൊള്ളിക്കാൻ വയ്ക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാത്രം എടുക്കുക, അതിനകത്ത് നല്ലെണ്ണ ഒഴിക്കുക. ഞാൻ നല്ലെണ്ണ വെച്ച് അച്ചാറുകളെല്ലാം ഉണ്ടാക്കുക കേട്ടോ. വെളിച്ചെണ്ണയൊന്നും അങ്ങനെ ഒഴിക്കാറില്ല, നല്ലെണ്ണയാകുമ്പോൾ ടേസ്റ്റ് കൂടും. അതിലുള്ളിലോട്ട് കടുകിട്ടു, പിന്നെ വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, നമ്മുടെ വെളുത്തുള്ളി നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് അതും ഇട്ടു, പിന്നെ കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുളുക അല്ല കേട്ടോ, കുനുകുനാ അരിഞ്ഞിട്ടു കേട്ടോ. അതെല്ലാം കൂടെ അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചയൊക്കെ മാറി കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് ഇങ്ങോട്ട് ഈ അടുപ്പിൽ തന്നെ വെച്ചിട്ട് നമ്മൾ പൊടി ഇടരുത് കേട്ടോ. ചിലപ്പോൾ അത് പൊടി അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് നമ്മൾ എന്ത് വേണം, ഞാൻ അടുപ്പിൽ നിന്ന് അങ്ങോട്ട് തീ ഓഫാക്കിയിട്ട് അതിനകത്തോട്ട് മുളക് പൊടിയും മറ്റു പൊടികളൊക്കെ ചേർക്കുക ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ മാങ്ങാച്ചാറൊന്നും പണ്ട് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായാലും എൻ്റെ ചെറിയ പ്രായത്തിലൊന്നും എനിക്ക് ഈ അച്ചാറുകളൊന്നും ഇഷ്ടമല്ല. നമ്മൾ ഓണത്തിന് ഏതൊരു കല്യാണത്തിന് പോയാലും വീട്ടിൽ സദ്യ ഉണ്ടാക്കിയാലും ഈ മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും ഒക്കെ ഇട്ട് ആ ഭാഗത്തോട്ട് നമ്മൾ തൊടുകയില്ലായിരുന്നു കേട്ടോ. കാര്യമെന്ന് വെച്ചാൽ ആ പ്രായത്തിലൊക്കെ നമ്മൾ അച്ചാർ വിരോധികളാണ്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഒരു അച്ചാറും ചമ്മന്തിയും മാത്രം മതി, ആവശ്യം പോലെ വയറ് നിറച്ച് ചോറ് കഴിക്കും. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിട്ട് മാറിക്കുക. പക്ഷേ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മാങ്ങ വെള്ളമൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതെല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ മുളക് ഞാൻ 1 കിലോ മാങ്ങ എടുത്ത് അതിന് വേണ്ടിയിട്ട് എൻ്റെ മുളക് പൊടിക്ക് ചേരി കൂടുതലായതുകൊണ്ട് ഞാനൊരു 2.5 സ്പൂൺ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഈ 2.5 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നമ്മൾ അപ്പോഴത്തന്നെ ആ ചൂടിൽ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞിട്ട് മുകളിൽ മൂക്കാതെ ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി നല്ല കണക്കൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് ഞാൻ തീ ഓഫാക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കാര്യം കരിഞ്ഞു പോകരുതല്ല, കരിഞ്ഞു പോയാൽ ടേസ്റ്റ് പോകും. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കായപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. പക്ഷേ ഈ കായപ്പൊടി ഉലുവാപ്പൊടി ഞാൻ ലേശം ചേർക്കുള്ളൂ കേട്ടോ. ഒരുപാട് ഉലുവാപ്പൊടിയൊക്കെ ചിലർ ചേർക്കാറുണ്ട്, പക്ഷേ ഞാൻ കുറച്ചേ ചേർക്കും. പിന്നെ ഇതെല്ലാം ചൂടോടെ ഇങ്ങനെ ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം, പക്ഷേ ഈ കായപ്പൊടി എന്ന് പറയുന്ന സംഭവം ഞാൻ കുറച്ചേ ചേർക്കുള്ളൂ കേട്ടോ ഇതിനകത്ത്. കാരണം നമ്മൾ നേരത്തെ വാട്ടാൻ വെച്ചിരുന്ന മാങ്ങയ്ക്കകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് കായപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്തല്ലേ കേട്ടോ. അപ്പോൾ പിന്നീട് അധികം കായപ്പൊടിയുടെ ആവശ്യം വരത്തില്ല, കൂടുതൽ ചേർത്താൽ കയ്പ്പ് കിട്ടും. പിന്നെ ഇത് വായി വെക്കാൻ കൊള്ളില്ല. പിന്നെ ഓണം എന്നുള്ളത് ചിലപ്പോൾ ക്രിസ്മസ് ആയിട്ട് മാറും. അതുകൊണ്ട് പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള കായപ്പൊടിയെ പിന്നെ ചേർക്കുന്നുള്ളൂ. പിന്നെ ഉപ്പിൻ്റെ ആവശ്യം വരത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ ഏകദേശം പൊടി ഐറ്റങ്ങളെല്ലാം ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, നമ്മൾ വാട്ടാൻ വെയിലത്ത് വെച്ചിരുന്ന മാങ്ങ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇടും കേട്ടോ. ആ മാങ്ങയെല്ലാം കൂടെ തട്ടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഈ മാങ്ങയ്ക്കകത്ത് നിന്ന് നമുക്കൊരു ഉപ്പും കായത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു നീരിറങ്ങുമല്ലോ, അത് നമ്മൾ മാറ്റി വെച്ചേക്കണം കേട്ടോ. അത് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം കേട്ടോ. പക്ഷേ ഞാനിടുന്നതിൽ ഞാൻ ഈ അളവിന് ചേർക്കുന്നതുകൊണ്ട് ഇത് കറക്റ്റ് പരുവാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്താൽ ഇച്ചിരി കായം കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിലത്ത് ഉപ്പൊക്കെ ഇട്ട് വെച്ചാൽ തന്നെ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഈ പൊടിക്കകത്തോട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സത്യം പറയാമല്ലോ, നിങ്ങളിതൊന്നും ഉണ്ടാക്കി വെക്കണം കേട്ടോ. നിങ്ങളിനി ഇങ്ങനെ ആയിരിക്കാം ഉണ്ടാക്കുന്നത്, പക്ഷെ അടിപൊളിയാണ്. മാങ്ങാച്ചാറ് റെഡി. നമ്മുടെ മാങ്ങ അച്ചാറുണ്ട്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്ര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് കണക്ക് ഉണ്ടാക്കി വെക്കുക, അടിപൊളി ടേസ്റ്റാണ്. സൂപ്പർ മാങ്ങാച്ചാറാണ്. അപ്പോൾ ഓക്കെ, ബൈ.